ഞങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തി. ഷാഫി പറമ്പിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ഞാനും രാഹുൽ മങ്കൂട്ടത്തിലും കാറിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് വണ്ടിയിൽ നിന്ന് പുറത്തിറക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ വണ്ടിയും അവിടെ വെച്ചിട്ട് ക്രോസ് ചെയ്ത് നിർത്തി. ഈ വിഷയത്തെ വഴി തിരിച്ചുവിടണം. അവരുടെ മേലേക്ക് പഴിചാരി രക്ഷപ്പെടാനൊന്നും ആരും ശ്രമിക്കണം. നിലമ്പൂരിന്റെ ജനാധിപത്യ ഭൂമികയ്ക്ക് തീപിടിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് അതിശക്തമായ നായകത്വം നൽകിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് വളരെ സക്രിയമായി നിൽക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട നേതാവ്, ഈ മണ്ണിന്റെ ഗന്ധമുള്ള ശ്രീ PK ഫിറോസ് ഇപ്പോൾ മീഡിയ ഗ്രാമത്തോടൊപ്പം നിൽക്കുന്നു. ശ്രീ ഫിറോസ്, മറ്റൊരു പെട്ടി വിവാദത്തിലേക്ക് നിലമ്പൂരിനെയും കൂടി എത്തിക്കുകയാണോ? അതായത് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ നിമിഷം മുതൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉള്ളതെന്നുള്ളത് ആർക്കും ബോധ്യമാവും. അപ്പോൾ ഈ വിഷയത്തെ വഴി തിരിച്ചുവിടണം. സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളുടെ ചർച്ച അവസാനിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇന്നലെ പോലീസിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭാഗത്ത് നിന്ന് അത്ര പേര് നീക്കം ഉണ്ടായിരുന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കാരണം ഞങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ഞങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തി. ഷാഫി പറമ്പിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ഞാനും രാഹുൽ മങ്കൂട്ടത്തിലും കാറിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് വണ്ടിയിൽ നിന്ന് പുറത്തിറക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചു. അദ്ദേഹത്തോട് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. പെട്ടി മുഴുവൻ പുറത്തേക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞു. അതിനുശേഷം പെട്ടി തുറക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനല്ല പെട്ടി തുറക്കേണ്ടത്, നിങ്ങൾ തുറന്നാൽ മതി. മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുന്ന എത്ര ഇടതുപക്ഷ MP മാർ, MLA മാർ, മന്ത്രിമാരുണ്ട്. മുഖ്യമന്ത്രി എത്ര തവണ ഇതിലൂടെ പോയി, നിങ്ങൾക്ക് തുറക്കാൻ ധൈര്യമുണ്ടോ? അവരെ പെട്ടി നിങ്ങൾ പരിശോധിക്കുക, അവരെ വാഹനം തടഞ്ഞു നിർത്തുമോ? അപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഇനി പോവില്ല, നിങ്ങൾ പരിശോധിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മൊബൈൽ ഓഫ് ചെയ്തു. അവരെ റെക്കോർഡ് ചെയ്ത് ക്യാമറ ഓഫ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർ റെക്കോർഡ് ചെയ്യാൻ തയ്യാറായില്ല. അപ്പം ഞങ്ങൾ തന്നെ മൊബൈൽ അത് റെക്കോർഡ് ചെയ്ത് അതിനകത്ത് മുഴുവൻ പരിശോധിപ്പിച്ച് അതിനകത്ത് ഒന്നുമില്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് അവിടുന്ന് മടങ്ങിയത്. അപ്പോൾ ഇതെന്തോ ഒരു ആസൂത്രണമാണെന്നുള്ള ഒരു സംശയം ഇപ്പം ഞങ്ങൾ ആ വഴി കടന്നു വരുമ്പോൾ ഞങ്ങളുടെ വണ്ടിയും അവിടെ വെച്ചിട്ട് ക്രോസ് ചെയ്ത് നിർത്തി. പക്ഷേ ഒരു വനിതാ SI വന്നിട്ട് പറഞ്ഞത്, ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഈ ഹിന്ദിക്കാരായിട്ടുള്ള പട്ടാളക്കാർക്ക് ഇതൊന്നും അറിയുന്നില്ല, ഇവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്. ഈ പട്ടാളക്കാരാണോ ഈ? ഒരിക്കലും അല്ല. കാരണം അവരിന്നലെ ഞങ്ങളോട് സോറി പറയാ ചെയ്തത്. അവർ ഒന്നും ചെയ്തില്ല. മലയാളം അറിയുന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവരുടെ മേലേക്ക് പഴിചാരി രക്ഷപ്പെടാനൊന്നും ആരും ശ്രമിക്കണം. അത് ശരിയല്ല, തെറ്റായ കാര്യമാണ്. അവർക്കിത് കാര്യം മനസ്സിലായി, ഇത് തെറ്റായ കാര്യമാണ് ഇവർ ചെയ്യുന്നത് മനസ്സിലായിട്ട് അവർ ഞങ്ങളോട് സോറി പറയാ ചെയ്തത്. കേരളത്തിലൊരു പ്രധാനപ്പെട്ട പൗരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നുണ്ടായിരുന്നു. തെക്കേ ഇന്ത്യൻ നിയോജക മണ്ഡലങ്ങളിലും പാർലമെന്റ് മണ്ഡലങ്ങളിലും സംസാരിക്കപ്പെടുന്ന ജാതിബദ്ധ വിഷയങ്ങളും മതപരമായ വിഷയങ്ങളും നിലമ്പൂരിലേക്കും കേരളത്തിലേക്കും കടന്നു വരുന്നു. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ മുന്നണികൾ പരാജയപ്പെടുന്നത് വല്ലാത്തൊരു വേവലാതിയിലേക്കാണ് ഈ സംസ്ഥാനത്തെ എത്തിക്കുന്നത്. എന്തു പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച്? എന്താണ്, ആരാണ് എന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യണം. ഞങ്ങളത് ചർച്ചയാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ വാണിയമ്പുഴയിലെ ജനങ്ങൾ പെരുവഴി കിടക്കുക. നിങ്ങൾ ആര് ചർച്ച ചെയ്തില്ലെങ്കിലും വാണിയമ്പുഴയിലെ ജനങ്ങൾക്ക് അത് മറക്കാൻ കഴിയില്ല. ഓരോ സാധാരണക്കാരനും 1 ലിറ്റർ പെട്രോളിന് 2 രൂപ അധികം കൊടുക്കുന്നുണ്ട്, ഡീസലിന് 2 രൂപ അധികം കൊടുക്കുന്നുണ്ട്. അപ്പം കടയിൽ കയറി ഒരു സാധനം വാങ്ങുമ്പോൾ അതിന് അധിക വില കൊടുക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഈ റോഡ് കണ്ടില്ല നിങ്ങൾ, ഏത് സമയം ബ്ലോക്കാണ്. ഇവിടെ ഒരു ബൈപ്പാസ് കൊണ്ടുവന്നിരുന്നു UDF. ആര്യയുടെ മുഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത്, ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് വരെ ഒരു കല്ല് പോലും അധികമായി വെക്കാൻ, അതിൻ്റെ പണി പൂർത്തിയാക്കാൻ 9 കൊല്ലമായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ ആര് എന്തൊക്കെ വിഷയങ്ങൾ പറഞ്ഞാലും അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു.